എല്ലാ മിടുക്കന്മാർക്കും മിടുക്കികൾക്കും ശാസ്ത്ര ക്ലാസ്സിലേക്ക് സ്വാഗതം. ശാസ്ത്രം അത് സയൻസ് ആണല്ലോ അല്ലേ? ശാസ്ത്രത്തിൻ്റെ ഒരു ഭാഗമാണ് ഗണിതം, ഗണിതശാസ്ത്രം. കണക്കെല്ലാവർക്കും വിഷമല്ലേ? ഞാൻ ഏത് ക്ലാസ്സിൽ ചെന്ന് കുട്ടികളോട് ചോദിച്ചാലും അവർക്ക് ഏറ്റവും വിഷമമുള്ള വിഷയം കണക്കാന്ന് പറയും. നിങ്ങൾക്കോ? കണക്കാണോ വലിയ വിഷമം? എന്നാലേ കണക്ക് നല്ല വിഷയമാണ്. കണക്കിനെ അങ്ങോട്ട് സ്നേഹിച്ചു തുടങ്ങിയാൽ കണക്കിനെ പോലെ രസകരമായ മറ്റൊരു വിഷയമില്ല എന്ന് നമുക്ക് മനസ്സിലാവും. പാഠപുസ്തകത്തിലെ കണക്ക് മാത്രമല്ല, പാഠപുസ്തകത്തിലെ കണക്കും പഠിക്കണം. പുറത്തേക്കൊന്ന് നോക്കൂ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. എല്ലാം കണക്കാ. കൃത്യമായ കണക്കുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പ്രകൃതിയിലുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് കുറേ കണക്കുകളെ പറ്റി പറയാം. വിഷമമില്ലാത്ത, നിങ്ങൾ നിത്യേന കാണുന്ന ചില കാര്യങ്ങൾ. ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിക്കാം. ഒരു നിരത്തിൻ്റെ, ഒരു റോഡിൻ്റെ ഒരു വശത്തായിട്ട് കുറേ തണൽ വൃക്ഷങ്ങളുണ്ട്. ഒരേ അകലത്തിൽ 50 തണൽ വൃക്ഷങ്ങൾ. ഒരു വലിയ റോഡിൻ്റെ ഒരു വശത്ത് നിരനിരയായി, അതായത് ഇങ്ങനെ വരിയായിട്ട് ഒരേ അകലത്തിൽ 50 വൃക്ഷങ്ങളുണ്ട്. പല മരങ്ങളുമാണ്. 2 വൃക്ഷങ്ങളുടെ ഇടയിൽ ഒരു പശു വീതമുണ്ട്. 2 വൃക്ഷങ്ങളുടെ ഇടയിൽ ഒരു പശു വീതമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആകെ എത്ര പശുക്കൾ ഉണ്ടാവും? 50 മരങ്ങളാണുള്ളത്. 2 വൃക്ഷങ്ങളുടെ ഇടയിൽ ഒരു പശു, അടുത്ത 2 വൃക്ഷങ്ങളുടെ ഇടയിൽ ഒരു പശു, അതിനടുത്ത 2 വൃക്ഷങ്ങളുടെ ഇടയിൽ ഒരു പശു എന്നിങ്ങനെയുണ്ടെങ്കിൽ ഈ 50 മരങ്ങൾക്കിടയിൽ എത്ര പശുക്കൾ ഉണ്ടാകും? 50 മരങ്ങളാണേ. പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് എത്തൂലേ? 2 മരങ്ങൾക്കിടയിൽ ഒരു പശു ആണെങ്കിൽ 50ന് 100 പശുക്കളാണോ? അതല്ല, 50 പശുക്കളാണോ? ആ സമയം വരൂലേ നമ്മൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ? ഇതെങ്ങനെ കണ്ടുപിടിക്കാം? 50 വൃക്ഷങ്ങൾക്കിടയിൽ ആ ഒഴിവുകളിലല്ലേ ഓരോ പശു ഉള്ളത്. അപ്പോൾ എത്ര ഉണ്ടാവും നമുക്ക് എഴുതി നോക്കാം. പക്ഷെ എഴുതുന്നതിനേക്കാളൊക്കെ മുമ്പ് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഈ 5 വിരൽ നോക്കൂ. ഈ 5 വിരലിൻ്റെ ഇടയിൽ എത്ര ഗ്യാപ്പുകളുണ്ട്, എത്ര ഒഴിവുണ്ട്? 5 വിരലുകൾക്കിടയിൽ 4 ഒഴിവുകളേ ഉള്ളൂ, 4 ഗ്യാപ്പുകളേ ഉള്ളൂ. അപ്പം 5 മരങ്ങളാണെങ്കിൽ നമുക്കിതിനിടയിലൊക്കെ ഓരോ പശുക്കളെ കിട്ടാൻ പറ്റൂ. 5 വിരലുകൾക്കിടയിൽ 4 ഒഴിവുകളാണെങ്കിൽ അതുപോലുള്ള 50 മരങ്ങൾക്കിടയിൽ 49 ഒഴിവുകളല്ലേ ഉണ്ടാവും? 49 പശുക്കളെ അല്ലേ നമുക്ക് കെട്ടാൻ പറ്റൂ? അതെ. അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് അല്ലേ, 10 വിരലിനിടയിലാവുമ്പോൾ 9 ഗ്യാപ്പ് ഉണ്ടാവും. 50 മരങ്ങൾ നിൽക്കുമ്പോൾ അതിനിടയിലൊക്കെ ഓരോ ഗ്യാപ്പ് വരുമ്പോൾ 49 ഉണ്ടാവും. ശരി, സംഭവിച്ചു. ഇനി ഈ ബുദ്ധി ഉപയോഗിച്ച് അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരം ആരാ പറയാൻ നോക്കാം. ഒരു തത്തക്കൂട് കണ്ടിട്ടില്ലേ? വട്ടത്തിലുള്ള തത്തക്കൂട്, വൃത്താകൃതിയിൽ, ഒരു വൃത്തസ്തംഭത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു തത്തക്കൂട് സങ്കല്പിക്കൂ. എല്ലാവരും മനസ്സിൽ സങ്കല്പിക്കൂ. ആ തത്തക്കൂടിന് 50 അഴികളുണ്ട്. അഴികൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇരുമ്പ് കൊണ്ടുള്ള 50 അഴികളുണ്ട്. 50 അഴികളുള്ള ഈ വൃത്താകൃതിയിലുള്ള, വൃത്തസ്തംഭത്തിൻ്റെ ആകൃതിയിലുള്ള ഈ തത്തക്കൂടിന് എത്ര ഗ്യാപ്പ് ഉണ്ടാവും? എത്ര ഒഴിവുകളുണ്ടാകും? 2 അഴികൾക്കിടയിലാണ് ഒരൊഴിവ് അല്ലേ? അപ്പം എത്ര ഒഴിവുണ്ടാവും? അപ്പം നേരത്തെ 50 മരങ്ങൾക്കിടയിൽ 49 ഒഴിവ് എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ 49 ഒഴിവുകളല്ലേ ഉണ്ടാകൂ? അല്ല, ഈ 50 അഴികളും നിൽക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ നിരനിരയായിട്ടല്ലല്ലോ. 50
അഴികൾ വൃത്താകൃതിയിലാണ് നിൽക്കുന്നത്. അപ്പം 49 ഒഴിവുകളല്ല. നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ 5 വിരലും ഇങ്ങനെ പിടിക്കുമ്പോൾ എത്ര ഗ്യാപ്പ് ഉണ്ട് നോക്കൂ. ഇങ്ങനെയാണ് നമ്മൾ പിടിക്കുന്നതെങ്കിൽ എണ്ണി നോക്കൂ, ഇങ്ങനെ ഒരു ഗ്യാപ്പും കൂടെ വരില്ലേ, ആദ്യത്തേതും അവസാനത്തേതും. അപ്പൊ 50 അഴികൾ വൃത്താകൃതിയിൽ ആകുമ്പോൾ 50 ഒഴിവുകൾ തന്നെ ഉണ്ടാവും, 50 ഗ്യാപ്പ് ഉണ്ടാവും. നേരത്തെ നമ്മൾ പറഞ്ഞത് 49, അത് വരി വരിയായി നിൽക്കുമ്പോഴാണ്. നമ്മൾ ചുറ്റും കാണുന്ന കാര്യമാണ് ഇതിലെ. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല. അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് പതുക്കെ പതുക്കെ കണക്കിനെ ഇഷ്ടപ്പെടാൻ തോന്നുക. എന്തെല്ലാം കണക്കുകളാണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. 1-നും 100-നും ഇടയിൽ, 1-നും 100-നും ഇടയിൽ എത്ര സംഖ്യകളുണ്ട്? 1-നും 100-നും ഇടയിൽ വളരെ എളുപ്പമല്ലേ അല്ലേ? 98. 1-ഉം 100-ഉം അപ്പം 100ആയി. 99 1-ഉം 100ആയി, 98 അല്ലേ? ഇനി എൻ്റെ ചോദ്യം, ഞാൻ ഉത്തരം പറയില്ല, ക്ലാസ് അധ്യാപകരോട് ഉത്തരം പറഞ്ഞാൽ മതി. 1-നും 100-നും ഇടയിൽ എത്ര ഒറ്റ സംഖ്യകളുണ്ട്? ഓഡ് നമ്പേഴ്സ് എന്ന് ഇംഗ്ലീഷ് പറയും. ഒറ്റ സംഖ്യകൾ ഏതൊക്കെയാ ഒറ്റ സംഖ്യകൾ? 1, 3, 5, 7 ഇതൊക്കെയാണല്ലോ ഒറ്റ സംഖ്യകൾ. പക്ഷെ ഇവിടെ 1 കൂട്ടേണ്ട ആവശ്യമില്ല, കാരണം 1 ഒറ്റ സംഖ്യയാണ്. അതിനിടയിലല്ലേ ചോദിച്ചത്. 1-നും 100-നും ഇടയിൽ, 100 ഇരട്ട സംഖ്യയാണ്. 1-നും 100-നും ഇടയിൽ 98 സംഖ്യകളിൽ എത്ര ഇരട്ട സംഖ്യയുണ്ട്, എത്ര ഒറ്റ സംഖ്യയുണ്ട് എന്നൊന്ന് വെറുതെ കണക്ക് കൂട്ടി ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. നല്ല രസമാണത്. ആദ്യമൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടായി തോന്നും, പക്ഷെ പതുക്കെ 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 നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ഈ ഗ്രീക്കിൽ ഒരു മിടുമിടുക്കനായ ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. കണക്കിനോട് വലിയ താല്പര്യമാണ് ഈ കുട്ടിക്ക്. ആ കുട്ടിയുടെ ക്ലാസ്സിൽ ഒരു ദിവസം ഒരു അധ്യാപകൻ വന്ന് ചോദിച്ചു, 1 മുതൽ 100 വരെ എഴുതി കൂട്ടിയാൽ എത്ര? കുട്ടികളാകെ വിഷമത്തിലായി. 1 മുതൽ 100 വരെ എഴുതി കൂട്ടുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണോ? 1ഉം 2ഉം 3ഉം 4ഉം 5ഉം അങ്ങനെ 100 വരെ എഴുതി കൂട്ടണം. കൂട്ടാൻ പറഞ്ഞു, അധ്യാപകൻ പറഞ്ഞു, എല്ലാം കൂട്ടാൻ പറഞ്ഞു. കുട്ടികൾ വേഗം 1ഉം 2ഉം 3ഉം ഇങ്ങനെ എഴുതി കൂട്ടാൻ തുടങ്ങി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആ മിടുക്കനായ വിദ്യാർത്ഥി എഴുന്നേറ്റ് നിന്ന് അധ്യാപകനോട് പറഞ്ഞു, സർ എനിക്ക് ഉത്തരം കിട്ടി. ഇത്ര പെട്ടെന്നോ എന്ന് അധ്യാപകൻ. നീ എല്ലാം കൂട്ടിയോ? ഞാൻ കൂട്ടി സർ. എന്നിട്ട് എനിക്ക് ഉത്തരം കിട്ടി. എത്രയോ ഉത്തരം? 5050. 5050. അതെങ്ങനെടാ? പെട്ടെന്ന് അധ്യാപകൻ ഞെട്ടിപ്പോയി. സർ, 1 മുതൽ 100 വരെ എഴുതി കൂട്ടാനല്ലേ പറഞ്ഞത്? ഞാൻ 1ഉം 2ഉം 3ഉം അല്ല കൂട്ടിയത്. ഞാൻ എന്ത് ചെയ്തു? 1ഉം അവസാനത്തെ സംഖ്യയായ 100ഉം കൂട്ടി. 1ഉം 100ഉം കൂട്ടിയപ്പോ 101. പിന്നെയോ ഞാൻ 2ഉം 99ഉം കൂട്ടി. അപ്പോ എനിക്ക് 101 കിട്ടി. പിന്നെ ഞാൻ 3ഉം 98ഉം കൂട്ടി. അപ്പോഴും എനിക്ക് 101 കിട്ടി. 4ഉം 97ഉം കൂട്ടി. അപ്പോഴും കിട്ടി 101. സർ, 100 സംഖ്യ ഉണ്ടെങ്കിൽ ഈ 2 സംഖ്യ വീതം എടുത്താൽ 50 എണ്ണല്ലേ ഉണ്ടാവുക? അപ്പൊ 50 101 ഉണ്ടാവില്ലേ? 50 101 എങ്ങനെയാ കാണുക? 101 ഗുണം 50. 101നെ 50 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ നമുക്ക് 5050 കിട്ടും. എത്ര എളുപ്പല്ലേ 1 മുതൽ 100 വരെ എഴുതി കൂട്ടാൻ. 1ഉം 100ഉം കൂട്ടി ഓർഡറിൽ കൂട്ടണ്ട. 1 + 2 + 3 വേണ്ട. 1 കൂട്ടണം, 2 കൂട്ടണം, 3 വേണ്ട. 1ഉം 100ഉം 101, 2ഉം 99ഉം 101, 3ഉം 98ഉം 101, അങ്ങനെ 50 101. 100 സംഖ്യകളാവുമ്പോൾ ഈ 2 എണ്ണം വീതം എടുക്കുമ്പോൾ 50 അല്ലേ വരിക? അപ്പൊ 50 ഗുണം 101. അങ്ങനെയാണ് കുട്ടി ഉത്തരം പറഞ്ഞത്. ആ കുട്ടി പിന്നീട് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനായി മാറി. ഗാസ് എന്ന ശാസ്ത്രജ്ഞനായി. GAUSS, ഗാസ്. ഗ്രീക്കിലെ വളരെ അറിയപ്പെടുന്ന, നമ്മുടെ കണക്കിൻ്റെ 90% ഗ്രീക്കുകാരുടെ കണ്ടുപിടുത്താണ്. അവിടെ നിന്നാണ് ഈ മിടുക്കൻ പ്രശസ്തനായ ശാസ്ത്രജ്ഞനായി മാറിയത്. കണക്കിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു അയാൾക്ക്.
പിന്നീട് അയാൾ അതിനോടനുബന്ധിച്ചുള്ള ഒരുപാട് കൂട്ടലുകളും കുറയ്ക്കലുകളും ഒക്കെ ചെയ്തു.